വിശുദ്ധ തിരുവെഴുത്തിനകത്ത് ഇപ്രകാരം വചനം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു, എല്ലാത്തിനും ഒരു കാലമുണ്ട്. കണ്ണുനീരിനൊരു കാലമുണ്ടെങ്കിൽ സന്തോഷിക്കുവാൻ, ആനന്ദിക്കുവാൻ ഒരു കാലം നമുക്കുണ്ട്. ഹന്ന എന്ന് പറയുന്ന ഒരു സഹോദരിയെ കുറിച്ച് ബൈബിളിനകത്ത് കാണുന്നു. ശമൂവേലിന്റെ 1-ാം പുസ്തകം 10-ാം വാക്യത്തിൽ അവൾ പ്രാർത്ഥനയിൽ ഒത്തിരി പ്രാർത്ഥിച്ചു കരഞ്ഞു എന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. പ്രാർത്ഥിച്ച് കരഞ്ഞു. എന്തുകൊണ്ട്? തൻ്റെ ജീവിതത്തിനകത്തെ തലമുറയില്ലാത്ത അനുഭവം ഓർത്ത്, ജീവിതത്തിൽ അനുഭവിക്കുന്ന കണ്ണുനീരിൻ്റെ അനുഭവം ഓർത്ത്, ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങൾ ഓർത്ത്, തലമുറയില്ലാത്ത വേദനയും ദുഃഖങ്ങളും ഒക്കെ പേറി അവൾ പ്രാർത്ഥിച്ചു കരഞ്ഞു എന്ന് വചനത്തിനകത്ത് പറയുന്നു. എന്നാൽ അതേ പുസ്തകം 2-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പ്രാർത്ഥിച്ചു അവൾ പറഞ്ഞു. പ്രാർത്ഥിച്ച് കരഞ്ഞവൾ പ്രാർത്ഥിച്ചിട്ട് അവളുടെ ജീവിതത്തിനകത്ത് ചെയ്ത അത്ഭുതത്തെക്കുറിച്ച് പറയുവാൻ തുടങ്ങി. തൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, താൻ വിശ്വസിച്ച ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവം ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച്, ദൈവമാരെന്നും ദൈവത്തിൻ്റെ പ്രവൃത്തി എന്തെന്നും ഒക്കെ ആഴത്തിൽ പറയുവാൻ തുടങ്ങി. ഞാനിവിടെ നിന്നൊരു ദൂത് ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം. ഒരിക്കൽ പ്രാർത്ഥിച്ച് പ്രാർത്ഥനാ മുറിക്കകത്ത് കരഞ്ഞ വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഞാൻ പറയാം, പ്രാർത്ഥിച്ചിട്ട് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്ത ചില വിടുതലുകളെ, ദൈവം നിങ്ങൾക്ക് വേണ്ടി തന്ന ചില കരുതലുകളെ, ദൈവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചില അത്ഭുതങ്ങളെ നിങ്ങൾ മറ്റുള്ളവരോട് പറയാൻ പോകുകയാണ്. ഇന്നലകളിൽ പ്രാർത്ഥിച്ച് കരഞ്ഞ് നിലവിളിച്ച് സമയത്തെ നിങ്ങൾ ചിലവഴിച്ചെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് പറയത്തക്കവണ്ണം, കാണിച്ചു കൊടുക്കത്തക്കവണ്ണം ദൈവം നിങ്ങളുടെ ലൈഫിനകത്ത് വലിയ കരുതലുകൾ, വലിയ ദൈവപ്രവൃത്തികളായിരിക്കും. വിശ്വസിക്കുക. ഗോഡ് ബ്ലെസ് യു. ആമേൻ.